ഒരിടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം തലസ്ഥാന നഗരം ഗുണ്ടകളുടെ പിടിയിലേക്ക് അമരുകയാണോ? പോലീസ് നോക്കുകുത്തിയാവുകയാണോ? പോലീസ് സംഘത്തിന് നേരെ വാളുമായി പാഞ്ഞെടുത്ത കാപ്പ കേസ് പ്രതി കൈലിക്കിരടിന് നേരെ വെടിയുതിർത്ത് ആര്യൻകോട് SHO തൻസീൻ അബ്ദുൾ സമദ്. സംഭവത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഉച്ചയോടെ പോലീസ് പിടികൂടി. ഒരു മാസം മുൻപും പ്രതി പോലീസിനെതിരെ അക്രമം അയച്ചുവിട്ടതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അതിനിടെ ജാമ്യത്തിൽ മുങ്ങിയ എയർപോർട്ട് ഡാനിയും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജില്ലയിൽ ഗുണ്ടാ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. മുൻപുള്ള ദൃശ്യം കാണാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ക്രമസമാധാന പാലനത്തിൽ പോലീസിന് എവിടെയൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നു എന്ന ചോദ്യമൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ അത്രമാത്രം അക്രമം കാണിക്കുകയാണ് ഇത്തരത്തിലുള്ള ഗുണ്ട നേതാക്കൾ. ജിബിൻ എന്നോടൊപ്പമുണ്ട്. ജിബിൻ, തലസ്ഥാനത്തെ സംബന്ധിച്ചോളം ഗുണ്ടാ വിളയാട്ടം എന്നത് പുതിയ കാലങ്ങളിൽ പതിറ്റാണ്ടുകളായി തലസ്ഥാനത്ത് അങ്ങനെയുള്ള ഒരുപാട് കൃത്യങ്ങൾ, കൊലപാതകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് നോക്കും, ഈ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ മാസത്തെ ആണെങ്കിലും വരുമ്പോഴും ഒരു പോലീസ് ഒരു പ്രതിയെ പിടികൂടാൻ ചെല്ലുമ്പോൾ ആ പ്രതിയിൽ നിന്നും വടിവാളടക്കുക അല്ലെങ്കിൽ വാളുമായി പ്രതി അടുത്തേക്ക് പോലീസിലേക്കൊക്കെ അടുക്കുമ്പോൾ ആ ക്രിമിനൽ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കൈലിക്കിരണിനെ പിന്നെ എങ്ങനെയാണ് പിടികൂടിയത്? ഇനി എന്താണ് പോലീസിന്റെ നീക്കം, ഇതിന് ശേഷമുള്ള നീക്കങ്ങൾ? പ്രജീഷ്, നമ്മളിപ്പോൾ കണ്ടത് ഒരു മാസം മുൻപുള്ള ഒരു ദൃശ്യമാണ്. അതായത് ഇയാൾ കാപ്പ കേസിൽ പ്രതിയാണ്, തിരുവനന്തപുരത്ത് വരരുതെന്ന് നിർദ്ദേശമുള്ള പ്രതിയാണ്. അപ്പോൾ കോടതിയെ ലംഘിച്ചുകൊണ്ട് ഇയാൾ വീട്ടിലെത്തിയതറിഞ്ഞ് പോലീസ് ഇന്ന് പിടികൂടാൻ ചെന്നു. രാവിലെ ചെന്നപ്പോൾ പോലീസ് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇയാൾ വടിവാളുമായി പോലീസ് നേരെ ആക്രമിച്ചു. വാതിൽ തുറന്ന ഉടനെ ഇയാൾ വടിവാളുമായി പോലീസിന് നേരെ ചാടുകയായിരുന്നു. പോലീസിന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലായിരുന്നു. അതുകൊണ്ടാണ് SHO തൻസീൻ ഈ ഒരു കൃത്യം ചെയ്ത് അദ്ദേഹം വെടിയുതിർത്തു. പക്ഷേ അത് ഇയാൾക്ക് കൊണ്ടിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. കാരണം ഇയാൾ ഇത് ആദ്യത്തെ തവണയല്ല, രണ്ടാമത്തെ തവണയാണ് പോലീസ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് പോലീസ് പല തവണ അന്ന് അയാളെ അന്വേഷിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ആ വാക്കത്തി ഇയാൾ തറയിൽ ഉപേക്ഷിക്കാതെ വീണ്ടും തറയിലും ആ വാതിലിട്ട് വെട്ടുന്ന ദൃശ്യങ്ങളാണുള്ളത്. അപ്പോൾ പോലീസ് ഇപ്പൊ പിടികൂടി, ഇനി അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങില്ല എന്ന് പ്രതീക്ഷിക്കാമല്ലേ? അത് തന്നെയാണ്. കാരണം ഇത് തുടർച്ചയായി കാപ്പ കേസ് പ്രതി കൂടിയാണ്. കാരണം തിരുവനന്തപുരത്തേക്ക് എത്തരുത് എന്നുള്ള കോടതിയുടെ നിയമം കൂടി ഉണ്ടായിരുന്നിട്ടാണ്, അത് ലംഘിച്ചുകൊണ്ടാണ് അയാൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു കേസ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. തിരുവനന്തപുരത്ത് 18 വയസ്സ് പോലും തികയാത്ത ആൾക്കാരാണ് കൊലപാതകത്തിന് നേതൃത്വം നൽകുന്നത്. അത് ഈ രാജാജി നഗർ കേന്ദ്രീകരിച്ച് അവിടെ 2 ഫുട്ബോൾ സംഘങ്ങളുടെ നമ്മൾ കണ്ടതാണ്. ജീവൻ ഇത്രയും ക്രൂരകൃത്യങ്ങൾ നടക്കുമ്പോൾ പോലീസിന്റെ പരിശോധന എങ്ങനെ നടക്കുന്നു? കാരണം രാത്രിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള പട്രോളിംഗ് ശക്തമായിരുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പരിശോധനകൾ, ഡ്രൈവുകൾ, ലഹരി സംഘത്തിനെതിരെയുള്ള ഈ പരിശോധനകൾ, ഇതൊക്കെ നടക്കുന്നുണ്ടോ ശരിക്കും? സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ഈ ലഹരി സംഘങ്ങളെ പിടികൂടുന്നതിന് വേണ്ടി വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ചാക്ക ITയുടെ ഭാഗത്ത് നിന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഒരു യുവാവിനെയാണ് പിടികൂടിയത്. ഏകദേശം 22-23 വയസ്സ് പ്രായമുള്ള 2 പേരെയാണ് ആ ഭാഗത്ത് നിന്ന് പിടികൂടിയത്. ഇരുചക്ര വാഹനത്തിലും കാറിലും ലഹരി കടത്താൻ ശ്രമിച്ചവർ പിടിയിട്ടുണ്ട്. പക്ഷേ മറ്റ് പരിശോധനകളൊന്നും തന്നെ ഈ ഏരിയ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഈ ഡാനി, ഈ എയർപോർട്ട് ഡാനി എന്ന് പറഞ്ഞാൽ കൊടിയ ക്രിമിനലാണ്. നേരത്തെ തിരുവനന്തപുരത്തൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം എത്രത്തോളം കേസുകളിൽ, മാത്രമല്ല പല സെറ്റിൽമെന്റുകളിലും റോള് വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇടപാടുകൾ, ഈ പറയുന്ന പ്രതിയുടെ ഇടപാടുകൾ നമ്മൾ പറയുന്നതിന് അപ്പുറത്തേക്കാണ്. അപ്പോൾ ആ പ്രതി ഈ സമയത്ത്, തെരഞ്ഞെടുപ്പ് സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ? അത് തന്നെയാണ്, അതാണ് പോലീസ് പരിശോധന. കാരണം എയർപോർട്ട് ഡാനി ഈ ഈഞ്ചക്കലിന് സമീപമുള്ള ഒരു ഡാൻസ് ബാറിലെ അടിപിടി കേസുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇയാൾ ഒളിവിൽ പോകുന്നത്. അന്ന് മറ്റൊരു ഗുണ്ടാ നേതാവിനെ ഇയാളും ഇയാളുടെ പിതാവ് എയർപോർട്ട് സാജനും ചേർന്ന് ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും, ആക്രമണം നടന്ന സമയത്ത് മൊബൈൽ ഫോണിൽ മറ്റ് സംഘം പകർത്തിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മാതൃഭൂമി ന്യൂസും അന്ന് പുറത്തോട്ടാണ്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഡാനി ഒളിവിലായിരുന്നു. അന്ന് ഏകദേശം 6-7 മാസമായി അന്ന് ഒളിവിൽ പോയ ഡാനി ഇപ്പോൾ കൃത്യമായി തിരികെ എത്തിയിരിക്കുന്നത് ഇലക്ഷന്റെ സമയത്താണ്. അപ്പോൾ അതിലെന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കേണ്ട. പോലീസും ഈ ഡാനി ഇത്രയും നാൾ പോലീസ് ഡാനി തിരക്കി നടന്ന സമയത്ത് ഡാനി വിദേശത്തായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസിന് ലഭിച്ചത്. ഇയാൾ ദുബായിലാണ്, അവിടെയാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പോലീസിന് ലഭിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഡാനി കൂടി തിരുവനന്തപുരത്തേക്ക്. ഗുണ്ടകൾക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ
അത് തലസ്ഥാന നഗരിയിൽ പല പ്രധാനപ്പെട്ട പാർട്ടികൾക്കും അവരെ ഈ ഗുണ്ടകളെ വളർത്തിയതിൽ വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇവരെത്തുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും അടിയൊഴുക്ക് കാര്യത്തിലുണ്ടോ സംശയിക്കുന്നു ആരെങ്കിലും? പല ഘട്ടങ്ങളിലും തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പല ആവശ്യങ്ങൾക്കും ഈ ഇന്നത്തെ പല ഗുണ്ടാ നേതാക്കന്മാരെ പല രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നത് ഓരോ കേസിൽ പെടുമ്പോൾ അവരെ ഇറക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പല രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങോട്ടേക്ക് എത്തിയതിലും അത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നാണ് ഇനിയും പരിശോധിക്കേണ്ടത്. തീർച്ചയായും ജിബിൻ പറഞ്ഞതുപോലെ തന്നെ തലസ്ഥാനത്തിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടാണ് ഗുണ്ടകൾ വീണ്ടും തലപൊക്കുന്നത്. അപ്പോൾ ചില്ലറക്കാരല്ല തലപൊക്കുന്നത് എന്നുള്ളതാണ്. കാപ്പ കേസിലെ പ്രതി വീട്ടിലേക്ക് എത്തുന്നു. ഒപ്പം എയർപോർട്ട് ഡാനിയെ പോലെയുള്ള കൊടിയ ക്രിമിനലുകൾ അവർ വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ എന്തായിരിക്കാമെന്ന് വളരെ വ്യക്തമായി തന്നെ അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ്.